മക്കളെ, നമ്മുടെ ആറാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള നോമൻക്ലേച്ചർ എന്ന് പറയുന്ന ചാപ്റ്റർ എന്റെ പല മക്കൾക്കും ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. പക്ഷെ മക്കളെ, ഈ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ 15 മാർക്ക് 13 മുതൽ 15 മാർക്ക് വരെയാണ് നമുക്ക് എക്സാമിന് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. അപ്പൊ വേഗം തന്നെ ആ ചാപ്റ്റർ ഒരു 10 മിനിറ്റ് സമയം കൊണ്ട് നമുക്ക് ഓർത്തെടുക്കാം. ഓക്കെ, ആദ്യം തന്നെ എങ്ങനെയാണ് ഹൈഡ്രോ കാർബൺസിനെ ക്ലാസിഫൈ ചെയ്യുക? ഹൈഡ്രോ കാർബൺസ് എന്ന് പറഞ്ഞാൽ ആരാ? ഹൈഡ്രോ കാർബൺസ് എന്ന് പറഞ്ഞാൽ കാർബണും ഹൈഡ്രജനും ചേർന്നുണ്ടാവുന്ന ആൾക്കാരാണ് അല്ലെ. കാർബണും ഹൈഡ്രജനും ചേർന്നുണ്ടാവുന്ന ആൾക്കാരെയാണ് നമ്മൾ ഹൈഡ്രോ കാർബൺസ് എന്ന് വിളിക്കുക. ഈ ഹൈഡ്രോ കാർബൺസ് എടുത്തു കഴിഞ്ഞാൽ 3 രീതിയിൽ നമുക്ക് അവരെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുക? കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് ഉള്ളവരുണ്ട്. അങ്ങനെയുള്ളവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൽക്കെയിനുകൾ അല്ലെ. കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് ഉള്ളവരെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? ആൽക്കെയിൻസ് എന്ന് വിളിക്കും. ഇനി കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ഉള്ളവരുണ്ട്. അങ്ങനെ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് അഥവാ ദ്വിബന്ധനമുള്ളവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൽക്കീൻസ്. ഇനി കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ട് ഉള്ളവരെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? ആൽക്കൈൻസ് അല്ലെ. അങ്ങനെ ആൽക്കെയിൻസ്, ആൽക്കീൻസ്, ആൽക്കൈൻസ് 3 കാറ്റഗറി ആയിട്ടാണ് ഹൈഡ്രോ കാർബൺസിനെ നമ്മൾ തരംതിരിക്കുക. മക്കളെ, ഇതിൽ കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് മാത്രമുള്ള നമ്മുടെ ആൽക്കൈനെ നമ്മൾ വിളിക്കുന്ന എന്താ? സാറ്റുറേറ്റഡ് ഹൈഡ്രോ കാർബൺ എന്ന് പറയും. സാറ്റുറേറ്റഡ് ഹൈഡ്രോ കാർബൺ അല്ലെങ്കിൽ പൂരിത ഹൈഡ്രോ കാർബൺ എന്ന് പറയും. ഇനി ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഉള്ളവരെ, ദ്വിബന്ധനവും ത്രിബന്ധനമുള്ളവരെ ഒന്നിച്ച് നമ്മൾ വിളിക്കുന്ന പേരെന്താ? അൺസാറ്റുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് അല്ലെ. അൺസാറ്റുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് അല്ലെങ്കിൽ അപൂരിത ഹൈഡ്രോ കാർബണുകൾ എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ അല്ലെ. ഇനി ഇവർക്ക് ഓരോരുത്തർക്കും ഒരു ജനറൽ ഫോർമുല നമുക്ക് പഠിക്കാനുണ്ട്. ഇവരുടെ ഓരോരുത്തരുടെയും ഒരു ജനറൽ ഫോർമുലയുണ്ട്. ആൽക്കെയിൻസ് എടുത്താൽ ഇവരുടെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത് CnH2n+2 ആയിരിക്കും. ഓക്കെ അല്ലെ. അതായത് കാർബൺ ആറ്റത്തിന്റെ എണ്ണം നോക്കിക്കേ, ഇവിടെ കാർബൺ ആറ്റത്തിന്റെ എണ്ണം 2 ആണെങ്കിൽ ഹൈഡ്രജന്റെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കാം? ഹൈഡ്രജന്റെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 2n+2 ആണ്. ശരിയല്ലേ? ഇവിടെ n എന്ന് പറഞ്ഞാൽ എത്ര കാർബൺ ആറ്റം ഉണ്ടോ കാർബൺ ആറ്റത്തിന്റെ എണ്ണമാണ് കേട്ടോ. അപ്പൊ നോക്കിക്കേ, 2n+2 എന്ന് പറയുമ്പോൾ 2 n-ന്റെ വാല്യൂ 2 ആണ്. 2 × 2 + 2 അതായത് 6 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ 2 കാർബൺ ആറ്റമുള്ള ഒരു ആൽക്കെയിനിന്റെ ജനറൽ ഫോർമുല എന്ന് പറഞ്ഞാൽ C2H6 ആയിരിക്കും. ഇതേപോലെ ആൽക്കീൻസ് എടുത്താൽ അവരുടെ ജനറൽ ഫോർമുല എന്താ? CnH2n ആണ്. ഇനി ആൽക്കെയിൻസിലേക്ക് വരുമ്പോൾ CnH2n-2 എന്ന് വരും. ഇതാണ് മക്കളെ ആൽക്കെയിൻസ്, ആൽക്കീൻസ് ആൻഡ് ആൽക്കൈൻസ് ഇവരുടെ 3 പേരുടെയും ക്ലാസിഫിക്കേഷൻ. ഇനി നോക്കാം. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് പഠിക്കാനുണ്ട്. എന്താ ആ കാര്യം എന്ന് പറയുന്നത് എൻ്റെ കുട്ടികൾക്ക് ഓർമ്മയുണ്ടോ? അതായത് ഇവരുടെ സ്ട്രക്ചറൽ ഫോർമുല വരയ്ക്കാനുണ്ട് അല്ലെ. സ്ട്രക്ചറൽ ഫോർമുല എന്ന് പറയുമ്പോൾ നമ്മുടെ കാർബണിന്റെ വാലൻസി, കാർബണിന്റെ സംയോജകത എത്രയാ? സംയോജകത എന്ന് പറഞ്ഞാൽ 4 ആണ്. അതായത് 4 ബോണ്ടുകൾ, 4 കോവാലന്റ് ബോണ്ടുകൾ, 4 സഹസംയോജക ബന്ധനങ്ങളാണ് നമ്മുടെ കാർബൺ ആറ്റം ഫോം ചെയ്യുക. അപ്പൊ നമ്മളിങ്ങനെ കാർബൺ വരച്ച് ഇങ്ങനെ വരയിട്ട് കഴിഞ്ഞാൽ ഈ ഓരോ ബോണ്ടുകളും ഓരോരുത്തരായിട്ട് അയാൾക്ക് ഫോം ചെയ്യാൻ പറ്റും. ആദ്യമായിട്ട് 4 ഹൈഡ്രജൻ ആയിട്ട് ഫോം ചെയ്യാൻ പറ്റും. ശരിയല്ലേ? 4 ഹൈഡ്രജൻ ആയിട്ട് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ആൽക്കെയിൻ എന്ന് പറയുന്ന മീഥെയിൻ. 1ാമത്തെ ആൽക്കെയിൻ ആയിട്ടുള്ള മീഥെയിനെയാണ് ഞാനിവിടെ വരച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇങ്ങനെ നമ്മൾ ഇലാബറേറ്റ് ചെയ്ത് വരയ്ക്കുന്നതിനെയാണ് സ്ട്രക്ചറൽ ഫോർമുല അല്ലെങ്കിൽ ഘടനാവാക്യം എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പൊ നിങ്ങളോട് പറയാ, C3H8 എന്ന് പറഞ്ഞ ഒരാളുണ്ട്. സ്ട്രക്ചറൽ ഫോർമുല വരയ്ക്കാം, ഘടനാവാക്യം വരയ്ക്കുക. എങ്ങനെ വരയ്ക്കുക? C3 എന്ന് പറഞ്ഞാൽ ഇവിടെ 3 കാർബൺ ആറ്റം ഉണ്ട്. 1, 2, 3 അല്ലെ. ഇനി ഓരോരുത്തർക്കും 4 ബോണ്ടുകൾ ഞാൻ വരയ്ക്കാണ്. ഇവനതാ 4 ബോണ്ടുകൾ ഞാൻ വരയ്ക്കുക. ഇനി എന്താ ചെയ്താൽ മതി? ആ ഓരോ വരയ്ക്കും താഴെ ഹൈഡ്രജനെ വരച്ചു കൊടുത്താൽ കംപ്ലീറ്റ് ആയി. കംപ്ലീറ്റ് ആയി. ഇങ്ങനെ നമ്മൾ ഇലാബറേറ്റ് ചെയ്ത് വരയ്ക്കുന്നതിനെയാണ് സ്ട്രക്ചറൽ ഫോർമുല എന്ന് പറയുന്നത്. പക്ഷെ വലിയൊരാൾ വന്നാൽ ഇങ്ങനെ സ്ട്രക്ചർ വരച്ചിരിക്കാൻ നമുക്ക് പറ്റില്ല, സമയം പോവും. അപ്പൊ നമ്മൾ അതിനെ ചുരുക്കും. അങ്ങനെ ചുരുക്കി എഴുതുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കണ്ടൻസ്ഡ് ഫോർമുല അല്ലെ. കണ്ടൻസ്ഡ് മിൽക്ക് എന്നൊക്കെ കേട്ടിട്ടില്ലേ? കുറുകിയ മിൽക്ക്. അതേപോലെ ചുരുങ്ങിയ ഫോർമുല, കുറുക്കിയെടുത്ത ഫോർമുലയാണ്. അതെങ്ങനെ എഴുതാം? അതിന് വളരെ സിമ്പിൾ ആണ് മക്കളെ. നമ്മൾ ഇങ്ങനെ ഓരോരോ പാർട്ടായിട്ട് ഇതിനെ അങ്ങ് ഡിവൈഡ് ചെയ്തു. നോക്കിക്കേ, ആദ്യം എടുത്താൽ അവിടെ ഒരു കാർബണും 3 ഹൈഡ്രജനും ഉണ്ട്. ഞാൻ എഴുതി. ഇനി ഒരു സിംഗിൾ ബോണ്ടാ ഉള്ളത്, വരച്ചു. ഇനി അടുത്ത കാർബണിലേക്ക് വരുമ്പോൾ ഒരു കാർബണും 2 ഹൈഡ്രജനും ഉണ്ട്, CH2 ഞാൻ വരച്ചു. ഇനി സിംഗിൾ ബോണ്ടാ ഉള്ളത്, വരച്ചു. ഇനി ഒരു കാർബണും 3 ഹൈഡ്രജനും ഉണ്ട്. കണ്ടോ? ആ വലിയൊരു വരയെ, വലിയ ഒരു ഘടനയെ നമ്മൾ ചുരുക്കി എഴുതി. ഇങ്ങനെ എഴുതുന്നതിനെയാണ് കണ്ടൻസ്ഡ് ഫോർമുല. ഇനിയും നമുക്കിതിനെ ചുരുക്കാം. ഇനി നമുക്കിതിനെ നമ്പർ മാത്രം വെച്ച് റെപ്രസെന്റ് ചെയ്യാം. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോളിക്യുലാർ ഫോർമുല അഥവാ തന്മാത്ര
സൂത്രവാക്യം എന്ന് പറയും അല്ലെ. അതിന് നമ്മൾ ഇത്രയും ചെയ്താൽ മതി. തന്നിട്ടുള്ള കോമ്പൗണ്ടിലേക്ക് നോക്കുക. ദാ നോക്കി ആരൊക്കെയുണ്ട് ഇവിടെ. കാർബണും ഹൈഡ്രജനും മാത്രം ഞാൻ എഴുതി. ഇനി എത്ര കാർബൺ എത്ര ഹൈഡ്രജൻ എണ്ണിയാൽ മതി. 1 2 3 3 കാർബൺ 3 2 5 3 8 8 ഹൈഡ്രജൻ. കാര്യം കഴിഞ്ഞു. സെറ്റ് അല്ലേ? അങ്ങനെ നമുക്ക് ആരുടെ വേണമെങ്കിലും സ്ട്രക്ചറൽ ഫോർമുല, കണ്ടൻസ്ഡ് ഫോർമുല ആൻഡ് മോളിക്കുലാർ ഫോർമുല ഈസി ആയിട്ട് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി മക്കളെ ഇതും കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒന്നുണ്ട്, ഹോമോലോഗസ് സീരീസ്. ആരാ ഹോമോലോഗസ് സീരീസ്? തൊട്ടടുത്ത ആൾക്കാർ തമ്മിൽ ഒരു CH2 ഗ്രൂപ്പിന്റെ ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ അല്ലെ, മോളിക്യൂൾസ് that differ in a CH2 ഗ്രൂപ്പ്. ഒരു CH2 ഗ്രൂപ്പിൽ വ്യത്യാസം വരുന്നവരെയാണ് നമ്മൾ ഹോമോലോഗസ് സീരീസ് എന്ന് പറയാ. ഫോർ എക്സാമ്പിൾ CH4ഉം C2H6 എടുക്കാം, C3H8 എടുക്കാം, C4H10 എടുക്കാം. ഈ പറയുന്ന കോമ്പൗണ്ടുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇവരൊക്കെ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരു CH2 ഗ്രൂപ്പിന്റെ വ്യത്യാസമാണ്. ഇങ്ങനെ ഒരു CH2 ഗ്രൂപ്പിന്റെ വ്യത്യാസം വരുന്നവരെയാണ് നമ്മൾ ഹോമോലോഗസ് സീരീസ് എന്ന് പറയുക. ആൽക്കൈൻസ് എടുത്താൽ ഇവർ 3 പേരും ഹോമോലോഗസ് സീരീസിലുള്ളവരാണ് കേട്ടോ. ഇവരുടെ പ്രത്യേകത എന്തൊക്കെയാ? ദ മെമ്പേഴ്സ് ക്യാൻ ബി റെപ്രസെന്റഡ് ബൈ ജനറൽ ഫോർമുല. ഒരു പൊതുവാക്യം കൊണ്ട് പ്രതിനിധീകരിക്കാനായിട്ട് നമുക്ക് കഴിയും അല്ലെ. ആൽക്കൈൻസ് എടുത്താൽ നമ്മൾ പറഞ്ഞു CnH2n+2, ആൽക്കീൻസ് എടുത്താൽ CnH2n, ആൽക്കൈൻസ് എടുത്താൽ CnH2n-2. അങ്ങനെ ആരെടുത്താലും അവർക്കൊരു ജനറൽ ഫോർമുല, ഒരു പൊതുവായ സമവാക്യമുണ്ട്. ഇനി സക്സസീവ് മെമ്പേഴ്സ് ഡിഫർ ബൈ എ CH2 ഗ്രൂപ്പ്. അടുത്തടുത്ത അംഗങ്ങൾ തമ്മിൽ ഒരു CH2 ഗ്രൂപ്പിന്റെ വ്യത്യാസമാണുള്ളത്. ഇനി നോക്കിക്കേ, സിമിലാരിറ്റി ഇൻ കെമിക്കൽ പ്രോപ്പർട്ടീസ്, രാസഗുണങ്ങളിൽ സമാനത കാണിക്കുന്നു. അതേപോലെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ അവർ വ്യതിയാനം കാണിക്കുന്നു, ക്രമമായ വ്യതിയാനം, റെഗുലർ ഗ്രേഡേഷൻ കാണിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇങ്ങനെയുള്ളവരെയാണ് നമ്മൾ ഹോമോലോഗസ് സീരീസ് എന്ന് പറയാ. ലാസ്റ്റ്ലി മക്കളെ, നിങ്ങളുടെ സ്വന്തം നോമൻക്ലേച്ചറിലേക്ക് കിടക്കുക. മക്കളെ, നോമൻക്ലേച്ചറിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ 2 കാര്യങ്ങൾ ഓർക്കണം. ഒന്ന്, നമ്പർ ഓഫ് കാർബൺ ആറ്റംസ്. ഓക്കെ, ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് കാർബൺ ആറ്റങ്ങളുടെ എണ്ണമാണ്. രണ്ടാമത്തെ കാര്യം നേച്ചർ ഓഫ് ബോണ്ട് ആണ്. അതായത് ഡബിൾ ബോണ്ട് ആണോ, ട്രിപ്പിൾ ബോണ്ട് ആണോ, അതേപോലെ സിംഗിൾ ബോണ്ട് ആണോ, ഡബിൾ ബോണ്ട് ആണോ, ട്രിപ്പിൾ ബോണ്ട് ആണോ, ഏകബന്ധനമാണോ, ദ്വിബന്ധനമാണോ, ത്രിബന്ധനമാണോ, ഈ 2 കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. ഇനി ഒരു കാർബൺ ആറ്റം ഉള്ള കോമ്പൗണ്ടിന് നമ്മൾ എന്ത് പേര് വെച്ച് തുടങ്ങുക? മക്കളെ, നമ്മുടെ കയ്യിൽ ഒരു കാർബൺ ആറ്റം ആണുള്ളെങ്കിൽ മെത്ത് എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. 2 കാർബൺ ആണെങ്കിൽ എത്ത് വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും അല്ലെ. ഇനി അതേപോലെ 3 കാർബൺ ആണെങ്കിൽ പ്രൊപ്പ് വെച്ചിട്ട്, 4 ആണെങ്കിൽ ബ്യൂട്ട് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. 5 കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ പെന്റ് വെച്ചിട്ട്, 6 ഉണ്ടെങ്കിൽ ഹെക്സ് വെച്ചിട്ട്, 7 ആണെങ്കിൽ ഹെപ്റ്റ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യും, 8 ആണെങ്കിൽ ഒക്ട്, 9 ആണെങ്കിൽ നൊണ്ണ്, 10 ആണെങ്കിൽ ഡെക്ക്. ഇങ്ങനെ മക്കളെ നമുക്ക് എന്ത് ചെയ്യാം? കാർബൺ ആറ്റങ്ങളുടെ എണ്ണം വെച്ചിട്ട് ഇവരുടെ പേര് സ്റ്റാർട്ട് ചെയ്യാം. ദാ പഠിച്ചോ, ഞാൻ ഇവിടെ ഒരു കോമ്പൗണ്ട് എഴുതി. നോക്കിക്കോ, എങ്ങനെയാണ്? CH3, CH2, CH2, CH3. ഇത് എൻ്റെ കയ്യിൽ തന്നിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ്. ഞാൻ എന്തൊക്കെയുണ്ടത്? ഫസ്റ്റ് കാർബൺ ആറ്റങ്ങൾ എണ്ണ 1 2 3 4. ഇവിടെ 4 കാർബൺ ആറ്റം ഉണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി എൻ്റെ വേർഡ് റൂട്ട്, ഈ കോമ്പൗണ്ടിന്റെ പേര് സ്റ്റാർട്ട് ചെയ്യേണ്ടത് മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട് വെച്ചിട്ടാണ്. ബ്യൂട്ട് കൊടുത്തു. ഇനി നോക്കിക്കേ, ഇനി നോക്കേണ്ടത് സിംഗിൾ ബോണ്ട് ആണോ, ഡബിൾ ബോണ്ട് ആണോ, ട്രിപ്പിൾ ബോണ്ട് ആണോ? ഇവിടെ ഏകബന്ധനം മാത്രമേ ഉള്ളൂ എങ്കിൽ ഒരു ആൽക്കീൻ ആണ്. മക്കളെ, ആൽക്കൈനുകളുടെ പേര് അവസാനിക്കേണ്ടത് എങ്ങനെയാ? വേർഡ് റൂട്ടിനോടൊപ്പം ANE എന്ന് ചേർത്തുകൊണ്ടാണ്. വേർഡ് റൂട്ട് നമ്മൾ എഴുതി. ഇനി എന്ത് ചെയ്താൽ മതി? ANE ചേർക്കുക. അപ്പോൾ ബ്യൂട്ടേൻ എന്ന് കിട്ടും. ഇനി അതേപോലെ ഇതാ നോക്കിക്കേ, CH3, CH2, CH3. ഇയാൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി 1 2 3 കാർബൺ ആറ്റങ്ങളാണ് ഉള്ളത്. അങ്ങനെ 3 കാർബൺ ആറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ പ്രൊപ്പിലാണ് പേര് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സിംഗിൾ ബോണ്ട് മാത്രമല്ലേ, ഏകബന്ധനം മാത്രമല്ലേ, ആൽക്കീൻ ആണ്. പേര് അവസാനിക്കേണ്ടത് ANE-യിലാണ്. പേര് പ്രൊപ്പൈൻ എന്ന് കിട്ടും. ഇനി നമ്മുടെ ആൽക്കീൻസിലേക്ക് വരികയാണെങ്കിൽ, ആൽക്കീൻസ് എന്ന് പറയുമ്പോൾ കാർബൺ ഡബിൾ ബോണ്ട് ഉണ്ട് അല്ലെ. അപ്പൊ എന്താ നോക്കിക്കോ, CH2 ഡബിൾ ബോണ്ട് CH2 CH3. ഇതാണ് ആള്. അപ്പൊ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ എന്താ ചെയ്യേണ്ടേ? കാർബൺ ആറ്റങ്ങൾ എണ്ണി 1 2 3 കാർബൺ ആറ്റമാണുള്ളത്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എത്രാമത്തെ കാർബൺ ആറ്റത്തിലാണ് ഡബിൾ ബോണ്ട് വന്നത് എന്ന് കണ്ടുപിടിക്കണം. ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും 1 2 3 അല്ലെ. എങ്ങനെ നമ്മളത് കണ്ടുപിടിക്കുക? നമ്പർ ചെയ്തിട്ടാണ്. ഒന്നെങ്കിൽ ഇടത്തുനിന്ന് വലത്തേക്ക് എനിക്ക് നമ്പർ ചെയ്യാം, അല്ലെങ്കിൽ വലത്തുനിന്ന് ഇടത്തേക്ക് എനിക്ക് നമ്പർ ചെയ്യാം. അങ്ങനെ നമ്പർ ചെയ്യുമ്പോൾ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉള്ള കാർബൺ ആറ്റത്തിന്, ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഉള്ള കാർബൺ ആറ്റത്തിന് ഏറ്റവും ചെറിയ നമ്പർ കിട്ടുന്ന രീതിയിൽ വേണം ഞാൻ നമ്പർ ചെയ്യാൻ. നോക്കിക്കേ, ലെഫ്റ്റ് ടു റൈറ്റ് ചെയ്യുമ്പോൾ 1ാമത്തെ കാർബണിലും, റൈറ്റ് ടു ലെഫ്റ്റ് ചെയ്യുമ്പോൾ 3ാമത്തെ കാർബണിലുമാണ് വരിക. ഏതാ ചെറിയ നമ്പർ? 3 ആണോ 1 ആണോ? 1 ആണ്. അപ്പൊ ഞാൻ എടുക്കേണ്ട നമ്പറിംഗ് എന്ന് പറയുന്നത് ഈ നമ്പറിംഗ് 1 2 3 അല്ലെ. 1 എന്ന് പറയുന്ന നമ്പർ കിട്ടണം. ഇനി സിമ്പിൾ ആണ്,
വേർഡ് റൂട്ട് എഴുതുന്നു. ഞാൻ പ്രൊപ്പ് എന്ന് പറയുന്ന വേർഡ് റൂട്ട് എഴുതി. ഇനി ഞാൻ പറയേണ്ടത് എത്രാമത്തെ കാർബൺ ആറ്റത്തിലാണ് ഡബിൾ ബോണ്ട് ഉള്ളത്? ഇവിടെ 1ാമത്തെ കാർബൺ ആറ്റത്തിലാണ്. അപ്പോൾ ഞാൻ 1 എന്ന് പറയുന്ന നമ്പർ ഇടണം. മക്കളെ, ഓർഗാനിക് കെമിസ്ട്രിയിൽ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്പേഴ്സിനെയും ലെറ്റേഴ്സിനെയും തമ്മിൽ വേർതിരിക്കാൻ, സംഖ്യകളെയും അക്ഷരങ്ങളെയും തമ്മിൽ വേർതിരിക്കാൻ നമ്മൾ എപ്പോഴും ഹൈഫൺ കൊടുക്കണം. ഇവിടെ പ്രൊപ്പ് കഴിഞ്ഞ് വന്നതൊരു നമ്പറാണ്. ആ നമ്പറിനെ വേർതിരിക്കാൻ ഞാൻ ഹൈഫൺ ഇടണം. ഇനി മക്കളെ, ഇതൊരു ആൽക്കീൻ ആണ്. ആൽക്കീൻ ആണെങ്കിൽ അവരുടെ പേര് അവസാനിക്കേണ്ടത് ഈൻ എന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ അല്ലേ? അപ്പൊ പ്രൊപ്പ് കൊടുത്തു, ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ നമ്പർ കൊടുത്തു. ഇനി ഞാൻ എഴുതേണ്ടത് ENE എന്ന് പറയുന്ന സഫിക്സ് ആണ്. അപ്പൊ ഇയാളുടെ പേര് പ്രൊപ്പ് 1 അല്ലെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പ്രൊപ്പീൻ എന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? ഇനി ആൽക്കൈൻ ആണെങ്കിൽ അവരുടെ പേര് അവസാനിക്കുക കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ട് ഉള്ള ആൽക്കൈൻ ആണെങ്കിൽ YNE ചേർത്തിട്ടാണ് പേര് എൻഡ് ചെയ്യേണ്ടത്. സെയിം റൂൾ ആണ്. ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും വന്നാൽ ആ ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഉള്ള കാർബൺ ആറ്റത്തിന് ചെറിയ നമ്പർ കിട്ടിയാൽ മതി. ഒരു എക്സാമ്പിളും കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. ദാ CH3 CH ഡബിൾ ബോണ്ട് CH, ദാ ഇനി സിംഗിൾ ബോണ്ട് CH2 CH3. ഓക്കെ, അപ്പൊ നമുക്ക് 2 രീതിയിൽ നമ്പർ ചെയ്യാം. 1 2 3 4 5. തിരിച്ചും ചെയ്യാം. 1 2 3 4 5. നോക്കിക്കേ, ഇടത്തുനിന്ന് വലത്തേക്ക് ചെയ്യുമ്പോൾ 2ാമത്തെ കാർബണിലും വലത്തുനിന്ന് ഇടത്തേക്ക് ചെയ്യുമ്പോൾ 3ാമത്തെ കാർബണിലുമാണ് ബോണ്ട് വന്നിട്ടുള്ളത്. 2 ആണോ 3 ആണോ ചെറുത്? 2 ആണ് ചെറുത്. അപ്പൊ നമുക്ക് വേണ്ടത് 2 എന്ന് പറയുന്ന നമ്പർ മാത്രമാണ്. 2 എന്ന് പറയുന്ന നമ്പർ മാത്രം നമുക്ക് എഴുതി. ഇനി 5 കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ വേർഡ് റൂട്ട് എങ്ങനെയാ വരിക? പെന്റ് എന്ന് വരും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? എത്രാമത്തെ കാർബണിലാണ് ഡബിൾ ബോണ്ട് വന്നത് എന്ന് ചെയ്യണം അല്ലെ? ഇവിടെ 2ാമത്തെ കാർബണിലാണ്. ആ 2 എന്ന് പറയുന്ന നമ്പർ ഞാൻ കൊടുക്കണം. നമ്പറിനെയും ലെറ്ററിനെയും അക്ഷരങ്ങളെയും സംഖ്യയും തമ്മിൽ വേർതിരിക്കാൻ ദാ ഹൈഫൺ ഇട്ട് കൊടുക്കണം. അപ്പൊ പെന്റ് 2 ഇതൊരു ആൽക്കീൻ അല്ലേ? ഡബിൾ ബോണ്ട് ഇല്ലേ? ഒരു ആൽക്കീൻ ആണ്. അതുകൊണ്ട് ഇവരുടെ പേര് എൻഡ് ചെയ്യേണ്ടത് ENE വെച്ചിട്ടാണ്. സോ പെൻ 2 ഈനാണ് ഇവിടെ കോമ്പൗണ്ടിന്റെ പേരെന്ന് പറയുന്നത്. ഇനി നമുക്ക് ശാഖകളിലേക്ക് പോകാം. മക്കളെ, സെയിം റൂൾ ആണ്. ശാഖകൾ വന്നു കഴിഞ്ഞാൽ ഇതാ അവിടെ ശാഖകൾ ബ്രാഞ്ചുകൾ വന്നു കഴിഞ്ഞാൽ ബ്രാഞ്ച് ഉള്ള കാർബൺ ആറ്റത്തിന് ചെറിയ നമ്പർ കിട്ടണം. അതാണ് നമ്മളെ ബേസിക് ആയിട്ടുള്ള ഐഡിയ. ഇതാ പിടിച്ചോ, CH3 CH CH3 CH2 CH3. നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ 2 രീതിയിൽ നമ്പർ ചെയ്യാം അല്ലെ? ഒന്നെങ്കിൽ ലെഫ്റ്റ് ടു റൈറ്റ് 1 2 3 4 5 ലെഫ്റ്റ് ടു റൈറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വലത്തുനിന്ന് ഇടത്തേക്ക് ചെയ്യാം 1 2 3 4 5. നോക്കിക്കേ, ഇടത്തുനിന്ന് വലത്തേക്ക് ചെയ്താൽ 2ാമത്തെ കാർബണിലും വലത്തുനിന്ന് ഇടത്തേക്ക് ചെയ്താൽ 4ാമത്തെ കാർബണിലുമാണ്. 2 ആണോ 4 ആണോ ചെറിയ നമ്പർ? 2 ആണ് ചെറിയ നമ്പർ. അപ്പൊ നമ്മൾ എടുക്കേണ്ടത് 2 എന്ന് പറയുന്ന നമ്പർ ആണ് അല്ലെ? അപ്പൊ മറ്റേ നമ്പറിങ് നമുക്ക് തൂത്തുകളയാം. ഓക്കെ, അപ്പൊ ഈ 2 എന്ന് പറയുന്ന നമ്പറാണ് നമ്മൾ എടുക്കേണ്ടത്. ഇനി മക്കളെ, CH3 ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആ CH3 എന്ന് പറയുന്ന ബ്രാഞ്ചിന്റെ പേര് മീഥൈൽ എന്നാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ ആദ്യം പറയേണ്ടത്, ഇവിടെ ബ്രാഞ്ചുകൾ വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറയേണ്ടത് ബ്രാഞ്ചിന്റെ നെയിം ആണ്. ബ്രാഞ്ചിന്റെ നെയിം പറയണം അല്ലെ? സോറി, ആദ്യം തന്നെ ഞാൻ പറയേണ്ടത് നോക്കിക്കേ മക്കളെ, ബ്രാഞ്ചിന്റെ പൊസിഷൻ ആണ് കേട്ടോ. ബ്രാഞ്ചിന്റെ പൊസിഷൻ ആണ്. എത്രാമത്തെ കാർബൺ ആറ്റത്തിലാണ് ബ്രാഞ്ച് വന്നിട്ടുള്ളത്? ബ്രാഞ്ചിന്റെ പൊസിഷൻ പറയണം. ഇനി നോക്കിക്കേ, ഇനി ഞാൻ കൊടുക്കേണ്ടത് ബ്രാഞ്ചിന്റെ നെയിം ആണ്. ബ്രാഞ്ചിന്റെ നെയിം കൊടുക്കണം. അത് കഴിഞ്ഞാൽ ഞാൻ അവിടെ ഒരു ഹൈഫൺ ഇടണം. ഓക്കെ, കാര്യം എന്താ? നമ്പർ വന്നു, ഹൈഫൺ ഇടണം. അത് കഴിഞ്ഞാൽ വേർഡ് റൂട്ട് കൊടുക്കാം. വേർഡ് റൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ സഫിക്സ് കൊടുക്കാം. അതായത് ആൽക്കൈൻ ആണോ അതനുസരിച്ച് നമുക്ക് സഫിക്സ് കൊടുക്കാം. ഇവിടെ CH3 ഗ്രൂപ്പ് ആണ് അല്ലെ? CH3 ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഞ്ച് ഏതാ? മീഥൈൽ ആണ്. അപ്പൊ നോക്കിക്കേ, ബ്രാഞ്ച് പൊസിഷൻ 2 ആണ്. 2 മീഥൈൽ കൊടുത്തു അല്ലെ? 2 മീഥൈൽ കൊടുത്തു. മക്കളെ, ബ്രാഞ്ച് നെയിമിന് മുമ്പേ ആണ് കേട്ടോ ഹൈഫൺ വരേണ്ടത്. ഞാൻ പറഞ്ഞപ്പോൾ ഒന്ന് ചെറുതായിട്ട് തിരിഞ്ഞു പോയിട്ടുണ്ട്. അതായത് ബ്രാഞ്ച് പൊസിഷൻ കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഹൈഫൺ ഇടാൻ. അവിടെയല്ലേ നമ്പർ വന്നത്. പറഞ്ഞപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക്, സാരമില്ല. അപ്പൊ നോക്കിക്കേ, 2 മീഥൈൽ എന്ന് പറയുമ്പോൾ ആദ്യം ബ്രാഞ്ചിന്റെ പൊസിഷൻ കൊടുത്തു. ബ്രാഞ്ചിന്റെ പൊസിഷൻ കൊടുത്തതിന് ശേഷം ഞാൻ ഹൈഫൺ ഇട്ടു, നമ്പേഴ്സിനെയും ലെറ്ററിനെയും വേർതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ? ഇനി 2 മീഥൈൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? നോക്കിക്കേ, ബ്രാഞ്ചിന്റെ നെയിം കൊടുത്താൽ വേർഡ് റൂട്ട് 5 കാർബൺ ആറ്റം ഉണ്ട്. അപ്പൊ വേർഡ് റൂട്ട് എന്ന് പറയുന്നത് പെന്റ് ആണ്. ഇനി നോക്കിക്കേ, സിംഗിൾ ബോണ്ട് മാത്രമല്ലേ ഉള്ളൂ അല്ലെ? അതൊരു ആൽക്കൈൻ ആണ്. അതുകൊണ്ട് ഞാൻ ANE എന്ന് ചേർക്കാം. 2 മീഥൈൽ പെന്റൈൻ ആണ് ഈ കോമ്പൗണ്ട് എന്ന് പറയുന്നത്. മക്കളെ, ഇതേപോലെ വളരെ ഈസിയാണ് നമ്മുടെ നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഇനിയും ഒരുപാട് നമ്മുടെ എക്സാമിന് വരാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളുമായിട്ട് ഇന്ന് വൈകിട്ട് കൃത്യം 7:30 ടീംസ് ആയിലും വരുന്നുണ്ട് നമ്മുടെ കെമിസ്ട്രി മെഗാ മാരത്തോണിന്. നിങ്ങൾ ആരും മറക്കരുത്. അപ്പൊ നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്ത് ഞാൻ 7:30 അവിടെ ഇരിക്കുന്നുണ്ടാവും. അപ്പൊ മക്കളെ, നിങ്ങൾക്ക് ചെയ്യാനായി
ദാ ഇവിടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനായി ഞാനൊരു ക്വസ്റ്റ്യൻ തരാം. എന്റെ കുട്ടികൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന ആളുടെ IUPAC നെയിം ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഒന്ന് നോക്കട്ടെ എല്ലാവർക്കും മനസ്സിലായോ എന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 7:30 കാണാം. താങ്ക് യു.